ഞാൻ നടക്കുന്നതിനനുസരിച്ച് ക്യാമറ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 സ്ക്രീനിലായിട്ട് അത് കാണാൻ പറ്റും. ചെറിയ സ്ക്രീനിൽ അവിടുത്തെ ഫുൾ വ്യൂ ആണ്. വലിയ സ്ക്രീനിൽ ആ ഫോക്കസ് ചെയ്ത് സൂം ചെയ്യുന്ന ഭാഗമാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഷബീറെ, വീട്ടിൽ 2 ക്യാമറ വെക്കണം. 2 ആവശ്യമേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് കുടിയിരുന്നിട്ടുണ്ട്. ക്യാമറക്കുള്ള ലൈൻ ഇടാൻ മറന്നുകണം. ഇനിയേറ്റ വീട് കുത്തി പൊളിക്കാനും പറ്റൂല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ വെക്കാൻ പറ്റിയ 2 ക്യാമറ ഏതാന്നുള്ള ഒരു കസ്റ്റമർ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ച് 3 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, വീട്ടിൽ വൈഫൈ ഉണ്ടോ എന്നുള്ളത്. 2, ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആ വൈഫൈന്റെ കണക്ഷൻ എത്തുന്നുണ്ടോ എന്നുള്ളത്. മറ്റൊരു കാര്യം, ഈ ക്യാമറ വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പവർ ഉണ്ടോ എന്നുള്ളത്. കസ്റ്റമർ പറഞ്ഞത് 3 ഉണ്ട് എന്നുള്ളത്. അതിന് പറ്റിയ സൊല്യൂഷൻ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോളി, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയറും ചെയ്താളി. ഇതേ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ എന്തായിക്കോട്ടെ ആ വീഡിയോ ഒന്ന് കിട്ടി ഓരോ ആ പ്രശ്നവും പരിഹരിച്ചോട്ടെ. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ആ സൈറ്റിൽ വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഈസി വിസിന്റെ H8C എന്ന് പറയുന്ന വൈഫൈ ഔട്ട്ഡോർ ക്യാമറകളാണ്. ഇത് രണ്ടും ഒരേ സാധനമാണ് ഉപയോഗിക്കുന്നത്, വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും. ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ AI പവേർഡ് ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉള്ള, ഓട്ടോ സൂം ട്രാക്കിംഗ് ഉള്ള, റെസൊല്യൂഷൻ 2K വരുന്ന, രാത്രി കളറിൽ കാണാൻ പറ്റുന്ന, 2-വേ ടോക്കുള്ള, വെതർ പ്രൂഫ് ആയിട്ടുള്ള, H.265 വീഡിയോ കംപ്രഷൻ വരുന്ന, 512GB മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഈസി വിസിൻ്റെ വൈഫൈ സ്മാർട്ട് ഹോം ക്യാമറയാണിത്. മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ടും റീസെറ്റ് ബട്ടണും വരുന്ന ഏരിയ ആണ് ഇത്. 350-80 ഡിഗ്രിയിൽ നമുക്കിത് പാൻ ആൻഡ് ടിൽറ്റ് ചെയ്യാൻ പറ്റും. ചുമരിലേക്കോ സീലിങ്ങിലേക്കോ ക്യാമറ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾഡറാണിത്. ഇത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ക്യാമറയുടെ കൂടെയുള്ള കേബിളിൽ 2 കണക്ടർ ഉണ്ട്. ഒന്ന് DC പവർ കൊടുക്കാനുള്ളതും മറ്റൊന്ന് ഇഥർനെറ്റ് നമുക്ക് RJ45 കണക്ട് ചെയ്യാനുള്ള സോക്കറ്റുമാണ് ഉള്ളത്. ഈസിവിസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ക്യാമറ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നതും വീട്ടിലെ വൈഫൈ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്നതും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾ കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മുടെ കൺട്രി ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് ഓൾറെഡി അതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഏത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വലത്തെ സൈഡിൽ താഴെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന ഈ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിലൊരു മൊബൈൽ നമ്പറും അതിന് വേണ്ട പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് വന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത വിൻഡോയിൽ ക്യാമറാസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതോടുകൂടി QR കോഡ് സ്കാനിങ് തുടങ്ങും. ക്യാമറയുടെ പിൻഭാഗത്തുള്ള QR കോഡ് അതുപയോഗിച്ച് സ്കാൻ ചെയ്യുക. അതോടുകൂടി നമ്മുടെ ക്യാമറ നമ്മുടെ മൊബൈലിലേക്ക് ആഡ് ആവും. ഈ സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ ഒരിക്കലും മറക്കരുത്. ഡിവൈസ് ഈസ് പവേർഡ് ഓൺ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ സ്റ്റാർട്ട് അടിക്കുന്നതോടുകൂടി നമ്മളിത് വെച്ചിട്ടുള്ള സ്ഥലത്തെ വൈഫൈയുടെ പേര് കാണിക്കും. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. തൊട്ടടുത്ത വിൻഡോയിൽ ആ ക്യാമറയുടെ പേര് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അതല്ലെങ്കിൽ അതിൽ ലിസ്റ്റിലുള്ള പേര് നമുക്ക് സെലക്ട് ചെയ്യാം. അതോടുകൂടി ക്യാമറയിലേക്ക് വൈഫൈ കണക്റ്റ് ആവും. ആ ക്യാമറ നമ്മുടെ ഫോണിലേക്കും കണക്റ്റ് ആവും. ഇപ്പോൾ കാണുന്ന ഈ വിൻഡോയിൽ മുകൾ ഭാഗത്ത് സേവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സേവ് നിർബന്ധമായിട്ടും അടിക്കുക. അത് നമ്മുടെ ക്യാമറയുടെ QR കോഡ് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെക്കാനാണ്. നമ്മുടെ ക്യാമറയിലുള്ള QR കോഡ് കാലം കൊണ്ട് കേട് വന്നു കഴിഞ്ഞാലും ഈ QR കോഡ് നമ്മുടെ മെയിലിലോ ഡ്രൈവിലോ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്യാമറ ആഡ് ചെയ്യാൻ ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ നമ്മളെ ക്യാമറ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളിതിൽ ഓട്ടോ ട്രാക്കിംഗ് എനേബിൾഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോൾ ക്യാമറ എൻ്റെ പിന്നാലെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഹ്യൂമൻ ഡിറ്റക്ഷനും എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരം ക്യാമറകൾ വെക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ്, ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു കള്ളം കൊണ്ടായാൽ എന്താ ചെയ്യാന്നുള്ളത്. കാരണം എന്താ, അതിൽ തന്നെയാണ് നമ്മൾ അതിന്റെ മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽ മുഴുവൻ എല്ലാം വരിക അതിന്റെ മെമ്മറി കാർഡിലാണ് വരിക. അപ്പൊ പിന്നെ ഇത് വെച്ചിട്ട് എന്താ കാര്യമില്ല, നമുക്ക് വല്ല സെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ള പലർക്കുള്ള സംശയമാണ്. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനെ നമ്മൾ മറികടക്കാനുള്ള ഒരു മാർഗം എന്താന്ന് വെച്ചാൽ ക്ലൗഡ് സ്റ്റോറേജുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലുള്ള വിഷ്വൽസ് നേരിട്ട് എന്താവും, നമ്മളെ ക്ലൗഡിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ഈ ഒരു ക്യാമറ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല, ആ മെമ്മറി കാർഡ് ഇനി എങ്ങനെ നശിപ്പിച്ചാലും
നമ്മുടെ വിഷ്വൽ എവിടെ ഉണ്ടാവും? നമ്മളെ ക്ലൗഡിൽ ഉണ്ടാവും. ഇപ്പൊ നോർമൽ നമ്മളൊരു NVR ആയാലും DVR ആയാലും അതിലൊക്കെ ഉള്ള ഒരു ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NVR ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിഷ്വൽ കിട്ടൂല. അതെല്ലാത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ക്ലൗഡ് ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആര് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മളെ വിഷ്വൽ അവിടെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്നവരിൽ കള്ളന്മാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഇത്തരം ക്യാമറകൾ കാണുമ്പോൾ അത് എടുത്തു പോയാൽ പിന്നെ വിഷ്വൽ ഓൽക്ക് കിട്ടൂലല്ലോ എന്നുള്ള ധൈര്യത്തിൽ അത് എടുത്തു പോവാൻ നിൽക്കണ്ട. ഇതിന്റെ ഓരോ വിഷ്വലും വളരെ സേഫ് ആയിട്ട് ക്ലൗഡിൽ ഉണ്ടാവും. അത് ഇങ്ങോട്ട് റിക്കവർ ചെയ്ത് എടുക്കാനും പറ്റും. അതോടുകൂടി നിങ്ങളുടെ കാര്യം തീരുമാനമാവും. ഇതേ ആവശ്യം പറഞ്ഞ മറ്റൊരു കസ്റ്റമർക്കുള്ള പ്രൊഡക്റ്റുകളാണ് ഇട്ടത്. ഇതിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് 2 മെഗാ പിക്സൽ ആണ്. ക്യാമറ സെയിം ക്യാമറ തന്നെയാണ്. ഇത് H8C എന്ന് പറഞ്ഞ മോഡല് ഹിസിവിസിന്റെ. ഇതിൽ മെഗാ പിക്സൽ 2 മെഗാ പിക്സൽ ആണ് വരുന്നത്. ഒരു 4800 ആ റേഞ്ചിൽ റേറ്റ് വരും. ഇത് TY1 ഹിസിവിസിന്റെ തന്നെയാണ്. ഇത് 2 മെഗാ പിക്സൽ ആണ് വരുന്നത്. ഇതിനൊരു 2800 ആ റേഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് വെതർ പ്രൂഫ് ആണ്. നമുക്ക് ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇത് നമുക്ക് കളർ വിഷൻ കിട്ടും. നൈറ്റിൽ കളർ വിഷൻ കിട്ടും. ഇത് 512 വരെ ഇതിന്റെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും. ഇതിൽ 256 വരെയാണ് മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുക. അതാണ് ഇതിലുള്ള പ്രധാന മാറ്റം. വേറെ കുറെ ഫീച്ചേഴ്സ് ഇതിൽ മാറ്റം വരുന്നുണ്ട്. ഇത് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിലല്ല, ഓൺ സൈറ്റ് ഫിറ്റിംഗ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ സാധനം അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 ക്യാമറയും നമുക്ക് ഈസിവിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കോൺഫിഗർ ചെയ്ത ആ ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റും. ഒരേ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. രണ്ടും ഒരു ആപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ്. കാരണം സെയിം കമ്പനി ആയതുകൊണ്ട്. അപ്പൊ ഇതുപോലെ വീട് പണിയൊക്കെ കഴിഞ്ഞ് അതിൽ വയറിംഗ് ഒക്കെ ഇടാനും മറന്നു, പിന്നെ കുത്തി പൊളിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള ആളുകൾക്ക് 2 ക്യാമറ ഒക്കെ മതിയെങ്കിൽ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വൈഫൈ ക്യാമറകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കാൻ പറ്റും. ഈ ക്യാമറ എന്നുള്ളതല്ല കേട്ടോ, ഒരുപാട് വൈഫൈ ക്യാമറകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരേ കമ്പനി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ആപ്പിലേക്ക് തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഇങ്ങനെ ഒരു പ്രയാസം കൊണ്ട് കുത്തിപ്പൊളിക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് വയറിങ് ചെയ്യാത്തത് കൊണ്ട് വൈഫൈ ഉള്ള വീട്ടിൽ വൈഫൈ ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വീട് സുരക്ഷിതമാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനി ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിച്ച ആരും സുരക്ഷിതമാക്കാതിരിക്കണ്ട എന്നുള്ളത് പറയാനാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ആരും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.